നമസ്കാരം. എല്ലാവർക്കും എൻ്റെ PK ഡയറീസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു റവ വെച്ചിട്ട് ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. റവ നമ്മൾ ഇത്തിരി കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വലിയൊരു ഉരുളിയിലാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപ്പുമാവിൻ്റെ റവ ഇതുപോലെ ഒന്ന് അനത്തണം. അനത്തിയിട്ട് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഇഞ്ചി, ഉള്ളി, സവാള ഉള്ളി, ക്യാരറ്റ്, ബീൻസ്, തേങ്ങ. നമ്മൾ ഇത്രയും തേങ്ങ വേണം. ഒരു തേങ്ങയുടെ തിരുമിയതാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ അനത്തിയിട്ട് ഇത് ഒരു കിലോയാണ്. 1 കിലോ റവയാണ്. 1 കിലോ റവയ്ക്കാണ് ഇത്രയും വേണ്ടുന്നത്. നമ്മൾ ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ കുറച്ച് പേർക്ക് വേണ്ടിയുള്ള ഇത്തിരി കൂടുതലായിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതായതുകൊണ്ടാണ് ഞാനിത് വലിയ ഉരുളിയിലേക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 1 കിലോയുടെ റവയാകുമ്പോൾ നമുക്ക് ഇത്രയും പച്ചക്കറികൾ ഇത്രയും നമുക്ക് വേണം, ആവശ്യമുണ്ട്. ഒരു തേങ്ങയും വേണം. ഒരു കുഞ്ഞ് ടിന്നിൽ നെയ്യും വേണം. അപ്പോൾ ഈ നെയ്യിലാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അനത്തി കഴിയുമ്പോൾ ഒരിത്തിരി നെയ്യ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. നല്ല മയവും ടേസ്റ്റും കൂടാനായിട്ട് നല്ലതാണ്. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് കടുക് വറക്കാം. അപ്പോൾ അത് അലൂമിനിയം ഇതായതുകൊണ്ട് അടിക്കിച്ചിരി ഒരു കറുത്ത കളർ വന്നു. അപ്പോൾ നമ്മൾ കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഇച്ചിരി ഉഴുന്നും ഇട്ട് ആണ് കടുക് വറക്കുന്നത്. കടുക് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, കുറച്ചിരി ബീൻസ്, ഇതെല്ലാം കൂടിയാണ് നമ്മൾ വരട്ടിയെടുക്കുന്നത്. നമ്മൾ നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഒരു കൈയളവിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. എനിക്കൊരു കറക്റ്റ് അളവൊന്നുമില്ല. ഞാനൊരു ചരുവത്തിൽ കുറേ വെള്ളം ഒഴിച്ചു. ഞാൻ സാധാരണ എങ്ങനെയാണ് ഒഴിക്കുന്നത്, പക്ഷേ കറക്റ്റായിട്ടാണ് അത് വരുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു കളർ വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇളക്കി ഇത് തിളയ്ക്കുമ്പോഴത്തേന് നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. നമ്മുടെ ആ സൗന്ദര്യമൊക്കെ കണ്ടില്ലേ അവിടുത്തെ, നമ്മുടെ നാട്ടിൻ പുറത്തിൻ്റെ നമ്മുടെ അമ്പലത്തിൽ രാവിലെ എല്ലാവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുണ്ടാക്കിയത്. അപ്പം ഞാൻ അവിടുത്തെ ആ പ്രകൃതി ഭംഗി കൂടി ഒന്ന് ഇടയ്ക്ക് കാണിച്ചതാണ്. കണ്ടില്ലേ, അടിപൊളിയല്ലേ? നല്ല വയലും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ റവ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാമേ. തിളച്ചില്ല, ഒരിത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. ഇതെല്ലാം നമ്മൾ നെയ്യിലാണ് ചെയ്യുന്നത്. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഉപ്പുമാവിൻ്റെ. നമുക്കിത് പഴം കൂട്ടിയോ അല്ലാതെയോ സാമ്പാർ കൂട്ടിയോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് ഈ ഉപ്പുമാവ്. നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് വേവുന്ന പോലെ ആകണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. തിളച്ച് തുടങ്ങി. അപ്പോൾ ഒരുവിധം നല്ലതായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മൾ റവയിലേക്ക് ഇട്ട് കൊടുക്കുക. റവ ഇതുപോലെ അങ്ങ് മുകളിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. ആ തിളച്ചതിനകത്തോട്ട് ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരിച്ചിരി അടിക്കൊന്ന് പിടിച്ചതിൻ്റെയാണ് ഒരു കളർ വന്നത്. നമ്മളിതുപോലെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ആ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി തേങ്ങ ഇടുന്നതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടേസ്റ്റും. എന്നിട്ട് നമ്മളിത് ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് ഇളക്കി നമ്മളിട്ട് അതിലേക്ക് ഇച്ചിരി ഞാൻ ഏലക്കയും ചുക്കും പൊടിച്ചത് കൂടി ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടാണ്ട് ഇതുപോലെ പൊടിഞ്ഞു വരും. നമ്മളിതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പഴം കൂട്ടിയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. താങ്ക് യു.